ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ടിക്കീസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന വണ്ടി നമുക്ക് കമൻറ്റിൽ വന്നൊരു വണ്ടിയാണ് ഡോഡ്ജ്. നമ്മളെന്തായാലും നമുക്ക് ഇവനെ ഗ്യാരേജിലെത്തി നമുക്ക് ഇവനെ പണിയാൻ തുടങ്ങാം. ഒന്ന് വരട്ടെ ഗായ്സ്. അലോയ് മെയിലാണ്. രസമുള്ളതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ടല്ലോ. ഈ കളറോ ഇത് മതി ടേസ്റ്റ്. നമുക്ക് ആദ്യം എടുത്തത് മതി. ഇത് കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ബാക്കിയൊന്നും കാണുന്നില്ല. ഇത് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ബമ്പർ നോക്കട്ടെ. ഫ്രണ്ട് ബമ്പർ ഇതന്നെ മതി ടോയ്സ്, വേറെ ഒരു രസമില്ല. നമുക്കത് കയറ്റണ്ടേ. ഇത് നമുക്ക് ഊരാനും പറ്റത്തില്ല. ഇതെങ്ങനെ ഉണ്ടാവും? ഇത് വേണ്ട. ഇത് മതി കേട്ടോ. അത്ര വൃത്തിയോടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. നമുക്ക് നമ്പർ പ്ലേറ്റ് ലാസ്റ്റ് നോക്കാം. ഹെഡ്ലൈറ്റ് ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതോ ആദ്യത്തെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിങ്ങനെ ചുറ്റാനുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനേക്കാളൊക്കെ നല്ല സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഹെഡ്ലൈറ്റ് ഇപ്പം ഇത് മതി. ഇതാണ് രസം. ഹെഡ്ലൈറ്റ് വേറെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടോ? ഇത് വേണ്ടേ? ഹെഡ്ലൈറ്റും കാണട്ടെ, അതല്ല എൻ്റെ ഇത്. ഇനി നമുക്ക് ഫ്രണ്ട് ഗ്രില്ലാണ്. റെഡും കൂടെ വന്നേക്കുണ്ടോ? ഇത് മതിയിട്ട്, ഇത് വലിയ കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുത്തെ ഗ്രില്ലാണ്. താഴത്തെ തോന്നുന്നു. ഇത് എവിടുത്തെയാണെന്ന് മനസ്സിലാവുള്ളല്ലോ. ഇത് മേളിലത്തെ ലൈറ്റിൻ്റെ അവിടുത്തെ ആണല്ലേ. ഇത് ഫുള്ള് കവറാവും കേട്ടോ. അത് വേണ്ട, ഇതില്ലാതിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഇതാണ് ലുക്ക്. ഇനി നമുക്ക് ഇതുണ്ടാവും. ഇത് വലിയ കുഴപ്പമില്ല, ഇത് മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ഫുൾ ബ്ലാക്ക് ആയിക്കോട്ടെ. വെറുതെ എന്തിനാ അതിൻ്റെ നടുക്ക് ഓരോ ചിഹ്നമൊക്കെ. ഇത് വേണ്ട, ഇത് തന്നെ മതി. നമ്മൾ അത്ര വലിയ വൃത്തികേടില്ല. ഇതൊക്കെ വെക്കാൻ പറ്റും.
ഇത് നല്ല ലുക്കുണ്ട് കേട്ടോ. പക്ഷെ നീളം കുറഞ്ഞതൊക്കെ മതി. ഇത് മതി. ഇത് റൂഫിൽ വരുന്നതാണ്. റൂഫിലൊന്നും ഇല്ലാതിരിക്കുന്ന നല്ലത്. സീറ്റ് ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സീറ്റ്. നമ്മൾ കൺവേർട്ട് ചെയ്തത് ഈ ഒരു സീറ്റിലേക്ക് മാറ്റി. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ റെഡ് വരുന്ന സീറ്റിലേക്ക് മാറ്റി. ഉള്ളിലായിരുന്നു ഇത് വേണ്ടത്. നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നോക്കട്ടെ. ഇത് മതി. ഇത് വലിയ കുഴപ്പമില്ല. ലുക്കുണ്ട്. സൈഡ് മിററ് ഇത് പുതിയത് വന്നതാണ്. ഇത് കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. അവിടെ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. വണ്ടിയിൽ ആൾക്കാരൊക്കെ ഇരിക്കും. കണ്ടില്ലേ, ഒരു പോലീസ് ഓഫീസറാണ് ഇരിക്കുന്നത് തോന്നുന്നു. ഇത് റേസറാണ് ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി MVD പിടിച്ചു കൊണ്ടുപോവാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ലുക്ക് കിടക്കട്ടെ. ഇനി നമുക്ക് സൈഡിലത്തെ ക്യാപ്പ് അതൊരു ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ഇത് നമുക്ക് വേണ്ട കേട്ടോ ഗൈസ്. നിങ്ങളുടെ ഉള്ളിൽ ആരും വേണ്ട, അതാണ് അതിൻ്റെ ഒരു ഇത്. റൂഫ് കിടക്കട്ടെ. ഒരു സ്പോയിലറല്ലല്ലോ ഗൈസ്, മാറിപ്പോയി. ടോപ്പിലൊരു സൺ റൂഫ് മാറിപ്പോയി ഗൈസ്, സോറി. ഇത് വേണ്ട ഗൈസ്. ഇവിടെ ഇവിടെ വരുന്നതാണ്. ഇതിവിടെ വരുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ ഇത് എവിടെ നിന്നാണ്? അവിടെ വരുന്നല്ലേ. കിടക്കട്ടെ. നമുക്ക് വണ്ടിക്ക് മഴ പെയ്യുമ്പോഴും നമുക്ക് നോക്കണ്ട. വണ്ടി മോഡിഫൈഡ് ആയാൽ മാത്രം പോരല്ലോ, നമുക്കൊരു കംഫർട്ട് വേണ്ടേ. സ്പോയിലർ ഇതിനിപ്പോൾ നമ്മൾ സ്റ്റോക്ക് സ്പോയിലർ. ഇത് നല്ല സ്പോയിലറൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇന്നതുള്ളതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ചെറുത് തന്നെ മതി കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും. ഇത് മതി. ഇനി നമുക്ക് എന്താ കണക്ട് ചെയ്യാനുള്ളത്? ഇത് ഇവിടുത്തെ അത് സൈഡ് ചെയ്തതാണ്. പോവോ? അത് വേണ്ട ഗൈസ്.
കിടക്കട്ടൊരു ലോഗോ. ഇതോടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. ഇത് അതന്നെ മതി. ബേക്ക് ചെയ്തത്. ബാക്കിയുള്ള ഒരെണ്ണം 2 എണ്ണം ഉണ്ട് വയസ്സ്. 2 എണ്ണത്തിൽ ഒരെണ്ണേ രസമുള്ളൂ, ബാക്കിയൊക്കെ വൃത്തിയായിട്ടാണ്, ഒരു രസമില്ല. ഇത് വലിയ കുഴപ്പമില്ല. സൗണ്ട് നമുക്കിതിൻ്റെ സൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. നമുക്ക് ഇത് കുറച്ചോ അല്ലേന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കാം. സൗണ്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. ഗൈസ്, ഇതാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ സൗണ്ട്. കണ്ടില്ലേ, വണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സൈലൻസർ വെച്ചിട്ട് നോക്കാം. ഇതടുത്ത സൈലൻസർ. ഇതാണ് അടുത്തത്. വലിയ വ്യത്യാസമൊന്നുമില്ല സൗണ്ട്. അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇത് മതി കേട്ടോ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് നമുക്ക് എന്തായാലും ബാക്കി ചെയ്യാം. ഇനി നമുക്ക് ഇത് സൈഡിൽ തോന്നണം, അത് വേണ്ട. ഇത് ബേക്കിത്തതാണ്. ഇത് വേണ്ട ഗൈസ്, ഇത് വെച്ചപ്പോൾ മറ്റേത് പോയി. ശേ, ഇത് മതി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് വെക്കുന്നില്ല. നമ്പർ പ്ലേറ്റ് ബ്ലാക്കേ ഉള്ളൂ. ഇത് മതി കേട്ടോ. ഇത് വെക്കാൻ പറ്റത്തില്ല. ഇതെന്താണ്? അതെവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, എവിടെ വരുന്ന സാധനമാണെന്ന്. നമുക്ക് വേണ്ട, ലുക്ക് പോവും. ഇതും വേണ്ട ഗൈസ്. ഇത് ബേക്കിലത്തെ ലൈറ്റാണോ? ഇത് നമുക്ക് ഇത് മതി കേട്ടോ, റെഡ് മതി. സൈഡിലത്തെ ലൈറ്റ്
ഗൈസ്. ഇനി നമുക്ക് V8 ടോർച്ച് അതിൻ്റെ ഒരു ബ്ലാക്ക് അടിപൊളിയായിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഫുൾ ബ്ലാക്ക് ആക്കാനേ ഇനി പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും ചെയ്യാം. സൈഡിൽ ഇത് തന്നെ നടന്നോട്ടെ. ഇത് ഇത്ര ഉള്ളൂ. പിന്നെ സ്റ്റിക്കർ വർക്കാണ്. സ്റ്റിക്കർ ഇത് കിടക്കട്ടെ അല്ലേ. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. പെയിൻറ്റിങ് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണ്ട വയസ്സ് ഓരോ കളർ വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കളറ്. നമുക്ക് ഈ ഒരു കളറ് വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയുടെ ഇത് നമുക്ക് ബ്രേക്ക് ലൈറ്റാണ്. ബ്രേക്ക് ലൈറ്റ് അല്ല, ബ്രേക്ക് ബമ്പറാണ് തോന്നുന്നത്. ഇപ്പോഴാണ് കറക്റ്റായത്. ഫുള്ള് ഇങ്ങനെയാണ് ഇതുണ്ടല്ലേ. ഈ ഒരു ലുക്കിലേക്ക് വരും. ഇനി നമുക്ക് ഇതാണ് ഇപ്പോൾ സ്റ്റോക്ക്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്കെന്നാ ലൈറ്റ് അങ്ങ് മാറ്റിയേക്കാം, ഇതിടാം. എന്നിട്ട് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു കളറ് വലിയ കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ഫുൾ ബ്ലാക്ക് ആക്കിയാലോ? അവിടെ മാത്രം കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്താലോ? ഇതെങ്ങനെ ഉണ്ടാവും? ഇതിൽ കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട് കേട്ടോ. മേൽഭാഗത്ത് ഇത് മതി. ഇനി നമുക്ക്
ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് നമുക്ക് പെയിൻറ്റിങ്ങിലൊക്കെ. നമുക്ക് സസ്പെൻഷൻ ഇതാണ് ഫുള്ള് വണ്ടി പൊന്തിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഫുള്ള് ലോവർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് അല്ലേ തന്നെ വണ്ടി ഫുള്ള് ചെയ്തിട്ടും ഹൈറ്റ് കുറവാണ്. അത് ഇത്രയും മതി കേട്ടോ. ലൈറ്റ് ഗായ്സ് ലുക്ക് നോക്ക്, അടിപൊളിയായിട്ടോ ഗൈസ്. ഇപ്പം ലൈറ്റ് ഇപ്പം ഇങ്ങനെ നോക്കിയൊന്നുമില്ല. എന്നാൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ പോയോ അല്ല വന്നു ഗൈസ്, കണ്ട അടിപൊളി ലുക്കായി. ബ്രേക്ക് ലൈറ്റും എല്ലാം പൊളിയായി. പെയിൻറ്റിങ് ബ്രേക്ക് ലൈറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതും ഓഫാവും. ലൈറ്റ് ഇട്ട് നോക്കാം. ഈ പെയിൻറ്റിങ് നമുക്ക് ഫ്രണ്ട് ലൈറ്റിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് അടിപൊളി കളർ വന്നായിരുന്നു. ഇപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് ലൈറ്റ് ഓൺ ചെയ്താലും ഓഫ് ചെയ്താൽ ഈ ഒരു ഫ്രണ്ട് ലൈറ്റ് ഇങ്ങനെ ഇരിക്കും, ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ ഇരിക്കും. ഓൺ ചെയ്താൽ ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട് ലൈറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഒരു അടിപൊളി ലുക്കാകും. നമുക്ക് ഉണ്ടോ അത് വലിയതായിട്ടൊന്നും ചെയ്യാനില്ല. ടയർ കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതൊക്കെ ഇതിനകത്തുള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇല്ല ഇതൊന്നും ചെയ്യാനില്ല. ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു പറഞ്ഞുതരാം. അത് തന്നെ നമ്മൾ അലോയ് ചേഞ്ച് ചെയ്തു. പിന്നെ ഫ്രണ്ട് ബമ്പറിൽ സ്കേർട്ട് കയറ്റി, ബാക്ക് ബമ്പർ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്തു. പിന്നെ റൂഫ് കളർ ചേഞ്ച് ചെയ്തു. ബാക്കിലത്തെ സ്പോയിലർ മാറ്റി. പിന്നെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് വെച്ച് നമ്മൾ പിന്നെ ഫ്രണ്ട് ഗ്രില്ല് മാറ്റി, സൈഡ് മിറർ മാറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുള്ളൂ. പിന്നെ സൈഡിൽ സ്റ്റിക്കർ അടിച്ചു. നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഈ ഒരു ലുക്കാട്ടോ. അപ്പോൾ ഇത്ര ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ വണ്ടിയിൽ. അങ്ങനെ മെയിനായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ റെഡാണ് വരിക കളറ്, കണ്ടില്ലേ? ഈ വീഡിയോയിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിട്ട് ഒരു ഫുൾ ഔട്ട്ഫിറ്റ് വീഡിയോ കാണാം. വീഡിയോ
ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ കമ്പനിയിലുള്ള ഏതെങ്കിലും വണ്ടി എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ബൈ.